ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ആമിനയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോവാണ്. ഇപ്പോൾ രാത്രി 12 മണിയായി കറക്റ്റ്. ഞാനൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞൊക്കെയാണ് പോയിരിക്കുന്നത്. നമ്മുടെ ഷുഹൈബും അവരൊക്കെ അവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഒരു കേക്കൊക്കെ ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അവർക്കറിയത്തില്ല, ഒരു സർപ്രൈസ് ആയിരിക്കും. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പോകുമ്പോഴുള്ള ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പുറകെ വന്നോളൂ. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഷുഹൈബും വൈഫും അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ അവിടെ നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചൂണ്ടയൊക്കെ ഇടാൻ പോയതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. അപ്പം ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ചായക്കുപ്പയിലാണ് വന്നിരിക്കുന്നത്. രാത്രി 12 മണിക്ക് ചായ കുടിക്കാൻ എന്താണെന്നായിരിക്കും. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്താ ചായ കുടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കേക്കുള്ള കാര്യമൊന്നും പറയണ്ടില്ല. അപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് ചായ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യും. ആ കൂട്ടത്തിലായിരിക്കും നമ്മൾ കേക്ക് എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, എന്ത് വേണം? നിനക്ക് എന്ത് വേണം? ഷാർജ ഷേക്കാ ഒന്ന് വരാം, ഒന്ന് ഓർഡർ ചെയ്യാം. അപ്പോൾ ഓർഡറൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും സാധനത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഐറ്റമൊക്കെ അവിടെ ശരിയായി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് മാറിയിട്ട് ഇവളുടെ എക്സ്പ്രഷൻ എന്തോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അതേ അവൾ എപ്പോഴാണ് സാധനം കാണുന്നത്. കണ്ടതും അവൾ ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം എന്നോട് പേഴ്സണലി ഞങ്ങളത് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ബാക്കി നമ്മൾ കേക്ക് കട്ടിങ്ങിലൊക്കെ കിടക്കുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കേക്ക് കട്ടിങ് ആയിരുന്നത്. ഞാൻ ജസ്റ്റ് ചായ കുടിക്കാൻ എന്ന രീതിയിൽ ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഇങ്ങനെ കേക്കൊക്കെ ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇവിടെ നിന്നപ്പം ഞാൻ കുറേ നേരമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ജ്യൂസൊക്കെ വരെ ഇത്രയും താമസമാണ്? സാധാരണ ജ്യൂസൊക്കെ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് വരുമല്ലോ എന്ന്. ഇവിടെ ഭയങ്കര താമസം. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു ഇത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഇതൊക്കെ. പിന്നെ ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്ത് അവിടെ ഞങ്ങൾ ഇറങ്ങി. ഇതുകൊണ്ട് അവസാനിച്ചെന്ന് നിങ്ങൾ കരുതണ്ട. ഇതെൻ്റെ എല്ലാം പര്യവസാനം ഫുഡിങ്ങിലാണല്ലോ. ഇതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഫുഡ് കഴിക്കാൻ പോയത് ഈ തീറ്റ എന്ന് പറയുന്നത് ഈ കാണുന്ന ഷോപ്പിലാണ്. ഷോപ്പ് വരുന്നത് നമ്മുടെ കളർകോട് ജംഗ്ഷൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ടാണ്, നമ്മുടെ ഹൈവേ തന്നെ. ആഘോഷം അവിടെയും തീർന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഞങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങളുടെ വീട്ടിൽ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ആമിനയുടെ ബർത്ത്ഡേയും ഞങ്ങൾ വീട്ടിൽ ആഘോഷിച്ചു. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആമിനയുടെ ബർത്ത്ഡേ ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഞങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.